തനിക്ക് താനും പെരയ്ക്ക് തൂണും എന്നൊരു പഴമൊഴിയുണ്ട്. അത് സത്യമാണ്. മറ്റൊരാളിൽ നിന്നും എന്തെങ്കിലും സഹായം പ്രതീക്ഷിച്ചാൽ അത് സമയത്തിന് ലഭിക്കുകയില്ലെന്ന് തന്നെയല്ല, അത് പൂർണ്ണമായിട്ടും ലഭിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അവനവനിൽ വിശ്വസിക്കുക. ആദ്യം ഏറ്റവും കൂടുതൽ വേണ്ട അവനവനിലുള്ള വിശ്വാസം മാത്രമാണ് അവനവന് പ്രയോജനപ്പെടുന്നത്. വീട്ടുകാരുടെ സഹായം കൂടിയേ കഴിയൂ ചെറുപ്പത്തിൽ. അത് പ്രായപൂർത്തിയാകുന്നത് വരെ സ്വീകരിക്കാവുന്നതാണ്. അത് കഴിഞ്ഞും വിദ്യാഭ്യാസം വളരെ വലിയ കോഴ്സുകൾക്കൊക്കെ ചേർന്നാൽ, മെഡിസിനോ എൻജിനീയറിങ്ങിൻ്റെ വിവിധ വലിയ കോഴ്സുകൾ പലതുമോ ഒക്കെ എടുക്കേണ്ടി വന്നാൽ അതിനുള്ള പണം വീട്ടുകാർ തരാൻ സന്നദ്ധതയുണ്ടാവണം. ലോൺ എടുത്താൽ അത് ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞടിച്ചാൽ മതിയെങ്കിലും അതെന്ന് ഉദ്യോഗം കിട്ടും, അതെന്ത് വരുമാനം ഉണ്ടാകും, അതിനെക്കുറിച്ചൊന്നും ഒരു ഉറപ്പുമില്ല. അതിലൊക്കെ ഉണ്ട് അല്പം വിഷമം, ടെൻഷൻ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. മുന്നോട്ട് പഠിച്ച് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ നല്ല കമ്പനികളിലും സർക്കാർ സർവീസിലും ഉയർന്ന ഉദ്യോഗങ്ങൾ കിട്ടുകയുള്ളൂ. ചെറിയ ഉദ്യോഗത്തിന് വലിയ വിദ്യാഭ്യാസം ആവശ്യമില്ല. അവനവൻ്റെ കഴിവാണ്. അത് ഇൻ്റർവ്യൂ സമയത്ത് നിശ്ചയമായിട്ടും വ്യക്തിപ്രഭാവം ചെക്ക് ചെയ്യും. വലിയ ഡിഗ്രി ഉണ്ടായിട്ട് കാര്യമില്ല. ഡിഗ്രിയും കൊണ്ട് ഒരിടത്തൊന്നിനും ജോയിൻ ചെയ്യാൻ പറ്റില്ല. അവനവൻ്റെ ആ കഴിവ്, അവനവനിലുള്ള വിശ്വാസം ഉണ്ടോ എന്നുള്ളത് നല്ലപോലെ ശ്രദ്ധിക്കും. വ്യക്തിപ്രഭാവം വളരെ ഗൗരവമുള്ള സംഗതിയാണ് ഏത് രംഗത്തും. പ്രത്യേകിച്ചൊരു ജോലി കിട്ടണമെങ്കിൽ അതാവശ്യമാണ്. സർക്കാർ സർവീസാണെങ്കിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് ജോലി ചെയ്തില്ലെങ്കിലും ശമ്പളം വാങ്ങാം എന്നൊരവസ്ഥ ഇന്ത്യയിലുണ്ട് ഇന്ന്. ഇപ്പോൾ അത് കുറഞ്ഞു ഒത്തിരി, നേരത്തെ ഉള്ളതിനേക്കാൾ. പ്രൈവറ്റ് അതല്ല, അതിൻ്റെ ചാർത്തിയിൽ വരെ എടുപ്പിക്കും അവർ. പൈസ തന്നാൽ വലിയ ശമ്പളം തരും, നന്നായിട്ട് ചെയ്യാൻ. അവരേൽപ്പിച്ച പണം, നമ്മളെ ഏൽപ്പിച്ച ജോലി വേണ്ട പോലെ അവർ പറയുന്നത് പോലെ ചെയ്താൽ നമുക്ക് നല്ല ശമ്പളം കിട്ടും, ഉദ്യോഗക്കയറ്റം കിട്ടും, ഉയർന്ന ശമ്പളവും കിട്ടും. ഉത്തരവാദിത്വം കുറഞ്ഞത് കാരണം ടെൻഷൻ ഒരല്പം കുറവുണ്ട്. എന്നാൽ തനിയൊരു തൊഴിൽ ചെയ്യേണ്ടി വന്നാൽ, അതായത് ഒത്തിരി മുന്നോട്ട് പഠിക്കാനുള്ള പണം അല്ലെങ്കിൽ അത് എന്നെക്കൊണ്ടാവില്ല, എനിക്കതിൽ താല്പര്യമില്ല, ഒത്തിരി കാലം പഠനത്തിന് കളയാൻ എന്ന് തോന്നുന്നുവെങ്കിൽ ഒരു നല്ല കോഴ്സ്, ചെറിയ കോഴ്സ് മുൻകൂട്ടി 17 വയസ്സിൽ തന്നെ തിരഞ്ഞെടുക്കണം. 17 വയസ്സ് മുതൽ പ്ലസ് തുടങ്ങുന്ന കാലം മുതൽ ഇതിന് ശേഷം എന്തെന്ന് ആലോചിച്ച് തുടങ്ങണം. ഒരു തീരുമാനം ഏകദേശം എത്തിയിരിക്കണം. വിവിധ വശങ്ങളെക്കുറിച്ച് നല്ലപോലെ ആലോചിക്കണം. വീട്ടുകാരുമായിട്ട് ആലോചിക്കാം. അങ്ങനെ വേണം ഇതിലൊരു തീരുമാനം എടുക്കാൻ. അങ്ങനെ ഇല്ലെങ്കിൽ പല ബിസിനസ് 500 രൂപ മുതൽ അനേക കോടികൾ വരെ മുടക്കി ബിസിനസ് ചെയ്യാം. ബിസിനസ് എപ്പോഴും ടെൻഷനാണ്. എപ്പോഴും മനസ്സിൻ്റെ സ്വസ്ഥതയിൽ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ്. വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം. അനേക കാര്യങ്ങൾ ഒരേപോലെ അറിയാനുണ്ട്. മനുഷ്യനുമായിട്ട് ധാരാളം ഇടപഴകണം, എങ്കിലേ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റൂ. ബിസിനസ്സിൻ്റെ ഗാംഭീര്യം വർദ്ധിക്കുന്നതനുസരിച്ച് അതിൻ്റെ ആ ടെൻഷനും കൂടി വരും. വരുമാനം വളരെ കൂടിയെന്നും വരും. ഇതൊക്കെ സുഖമാണ്. പക്ഷേ സ്വസ്ഥതയിൽ ഉറക്കം ശരിക്കും വരികയില്ല. അതുപോലുള്ള ടെൻഷൻ ഉണ്ടാകും. ചെറിയൊരു ബിസിനസ്സിന് പോലും വരാം. ഉയർന്ന ബിസിനസ് ആകുമ്പോഴേക്ക് കൂടുതൽ വരും. എന്നാലും ബിസിനസ്സിൽ സ്വന്തം തൊഴിലിനൊരു സുഖമുണ്ട്. അമ്മ കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴുള്ള വിഷമവും ആ കുഞ്ഞിൻ്റെ മുഖം അമ്മ കാണുമ്പം എല്ലാ ദുഃഖവും പോയി അമ്മയ്ക്ക് എല്ലാ സുഖവും അതിൽ ലഭിക്കും എന്നതുപോലെ ഒരവസ്ഥയാണ് സ്വന്തം ബിസിനസ്സിൻ്റെ കാര്യം.
ഇതൊക്കെയാണെങ്കിലും അന്യൻ്റെ കീഴിൽ അല്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മളിലുണ്ടാകും. ആകെ അതൊരു ഉള്ളുകൊണ്ടുള്ളൊരു ആഹ്ലാദമാണ്, അതൊരു സുഖമാണ്. അതനുഭവിക്കാൻ കഴിയും. ഏത് ടെൻഷൻ വന്നാലും പുറകോട്ട് പോവുകയില്ല, ചൊല്ലിട്ടും പിന്മാറുകയില്ല എന്ന് ഉള്ള ഒരു കരുതൽ മുൻകൂട്ടി എടുക്കണം. ധാരാളം ആൾക്കാരുമായിട്ട് ഇടപഴകണം, ബിസിനസ്സുകാരുമൊക്കെ ആയിട്ട്. കടകളിൽ ധാരാളം പലവിധം കടകളിൽ പോയി ഇടപാടുകൾ, സാധനങ്ങൾ വാങ്ങുകയോ കൊടുക്കുകയോ അവരുമായിട്ട് സംസാരിക്കുകയോ ഒക്കെ ചെയ്ത് ധാരാളം പഠിക്കാനുണ്ട് മനുഷ്യനെക്കുറിച്ച്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരുവിധം സൈക്കോളജിസ്റ്റ് തന്നെ ആയിരിക്കണം സ്വയം തൊഴിലുകാരൻ. അങ്ങനെ പഠിച്ചാൽ 500 രൂപ കൊണ്ടുണ്ടാകാൻ തുടങ്ങുന്ന ഒരു ബിസിനസ് പോലും വലിയ ലാഭത്തിൽ വരും ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ. വലിയ തുകയല്ല, വലിയ തുക മുടക്കി ആദ്യം മുതൽ അങ്ങോട്ട് വൻ രീതിയിൽ തുടങ്ങണമെങ്കിൽ അതിൻ്റേതായ സെറ്റപ്പ്, നല്ല ഉപദേശകന്മാരുമൊക്കെ വേണം, നല്ല പോലെ സഹായിക്കാൻ ആൾ വേണം. നമ്മളുടെ വ്യക്തിപരമായ കഴിവ് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ വലിയതായൊരു ഏർപ്പാടിന് പോകാതെ സ്വന്തം കൊക്കിലൊതുങ്ങുന്ന രീതിയിൽ തുടങ്ങി സാവകാശം നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാം. നമ്മൾക്ക് ശരിയായി നമ്മുടെ ഒരു സ്ഥാപനമുണ്ട്, ഈ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി, ചെറിയ രീതിയിൽ തുടങ്ങിയ ബിസിനസ്സാണ്. ആദ്യം ഈ സ്റ്റെബിലൈസർ പുള്ളി തന്നെ വളരെ ചെറിയ രീതിയിൽ ഒരു 2-3 ഒക്കെ ഉണ്ടാക്കി കടകളിൽ കൊണ്ട് ഏൽപ്പിച്ച് അവർക്ക് താല്പര്യം ലഭിക്കാൻ, പേരില്ലാത്തതുകൊണ്ട് വിൽക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. പിന്നെ ചെന്ന് ചോദിക്കുമ്പം ഒരു പറഞ്ഞിരുന്ന ചെറിയൊരു ലാഭം കിട്ടും. പക്ഷെ അത് പ്രചോദനമായിരുന്നു, പുള്ളി പുറകോട്ട് മാറിയില്ല. വീണ്ടും കൂടുതലുണ്ടാക്കി, നല്ല സാധനമാണെന്നറിഞ്ഞു, കടക്കാർക്ക് മനസ്സിലായി, വാങ്ങിക്കൊണ്ട് പോയവർക്ക് നല്ല തൃപ്തിയായി. അപ്പോൾ വീണ്ടും സാധനങ്ങൾ വാങ്ങി. അങ്ങനെയാണ് ഇന്നത്തെ നിലയിലെത്തിയത്. വലിയ ബിസിനസ്സായി. കേരളത്തിൻ്റെ ഒരു അഭിമാനമാണ് ഔസേപ്പ് ചിറ്റിലപ്പള്ളി, കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി. വളരെ വലിയ ഒരു ബിസിനസ്സുകാരനാണ് നമ്മുടെ ഈ കേരളത്തിലെ. നമുക്കെല്ലാം അഭിമാനമാണത്. അത് ഓർക്കണം. ആ രീതിയിൽ ബിസിനസ് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ചെറുതാണെങ്കിലും മുൻകൂട്ടി പഠിച്ചു തുടങ്ങണം. +1 കഴിഞ്ഞ ഉടൻ +2 ശേഷം എന്ത് ചെയ്യണം, തുടർന്ന് പഠിക്കണോ, എന്തെങ്കിലും ബിസിനസ് രംഗത്തേക്കോ തൊഴിലുകളിലേക്കോ എന്ത് നീങ്ങണമെന്നുള്ളത് കൃത്യമായ പ്ലാനിങ് വേണം. അവനവൻ്റെ കഴിവ് മാത്രമേ അവനവന് പ്രയോജനപ്പെടുകയുള്ളൂ. അതെപ്പോഴും മനസ്സിൽ വയ്ക്കുക. മറ്റൊരാൾ സഹായിക്കുന്നത് എത്ര ആയാലും പോരാഴിക വരും, അവരുമായിട്ട് നമുക്ക് അതൃപ്തി ഉണ്ടാകുന്നതിന് കാരണമാവും. നമ്മളുടെ കയ്യിൽ വല്ലതും വരുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് ശരിക്കും അഭിമാനത്തോടെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. അതെപ്പോഴും ചിന്തിക്കുക. ദിവസം ഒരു പ്രാവശ്യം ചിന്തിക്കണം ബിസിനസ് തുടങ്ങുന്ന കാര്യം ആലോചിക്കുമ്പോൾ. അല്ല അത് നേരത്തെ തന്നെ +2 കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണമെന്നുള്ളത് നല്ലൊരു തീരുമാനത്തിൽ അപ്പോഴേക്ക് എത്തണം. വീട്ടുകാരോട്ട് ആലോചിക്കാം. തെറ്റ് പറ്റാതെ പരമാവധി സൂക്ഷിക്കണം, പരമാവധി ശ്രദ്ധിക്കണം, എപ്പോഴും ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യത്തിന് ശ്രദ്ധിക്കാതെ ഈ കാര്യം തുടങ്ങി വെച്ചാൽ ഒരു കൊല്ലത്തേക്ക് ഏതാണ്ട് 100% തന്നെ ശ്രദ്ധ നമുക്ക് നേരം വെളുത്താൽ ആ വിഷയത്തിലുണ്ടാവണം. മറ്റൊരു വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചിന്തിക്കാൻ സമയമെടുക്കരുത്. ആ രീതിയിൽ ബിസിനസ് ഉണ്ടാവുമെങ്കിൽ ബിസിനസ് വളരെ നല്ലതാണ്. അമ്മ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ഉള്ള ആ വേദന, കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ അമ്മയ്ക്ക് പോവും. അമ്മയ്ക്കുണ്ടാകുന്ന ആഹ്ലാദം ഉണ്ടല്ലോ, എല്ലാ അമ്മമാർക്കും ഭൂമിയിലുള്ളത്. ആ അമ്മമാർക്ക് കിട്ടുന്ന അതേ ആഹ്ലാദം നമ്മൾ കിട്ടും നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമ്പോൾ. അതെപ്പോഴും ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകണം യുവതലമുറ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഓക്കെ.